ആദ്യമായിട്ട് എയർ ഫ്രയർ വാങ്ങിച്ച ഒരാൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ചില എയർ ഫ്രയറിൽ നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ടൈമും ടെമ്പറേച്ചറും വരും. അല്ലാതെ മാനുവലായിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഈ എയർ ഫ്രയറിൽ എല്ലാം മാനുവലായിട്ട് സെറ്റ് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാനുവലായിട്ട് ടൈമും ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് എങ്ങനെ ഒരു തക്കാളി ചട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഫസ്റ്റിൽ ആദ്യമായിട്ട് എയർ ഫ്രയർ വാങ്ങിച്ച ഒരാൾക്ക് പോലും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഇന്നൊരു തക്കാളി ചട്നിയാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ലെങ്തിയാണ് ഇന്നത്തെ വീഡിയോ. 2 തക്കാളി, 2 സവോള, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് എടുക്കേണ്ടത്. ഒപ്പം 3 വറ്റൽമുളകും. 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓരോ എയർ ഫ്രയറും സെറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ്. എൻ്റേത് ഹാവൽസിൻ്റെ എയർ ഫ്രയറാണ്. അതിപ്പം ഞാൻ സ്വിച്ച് ഓൺ ആക്കിയ ഉടനെ ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരും. ഇത് മോഡെന്നും പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ വരും. ഇപ്പം ടെമ്പറേച്ചർ 200 ആണ് കാണിക്കുന്നത്. ഇനി ഒന്നും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ അത് 150ലേക്ക് പോകും. വീണ്ടും ഓരോ പ്രസ് ചെയ്യുമ്പോഴും 160. ഇങ്ങനെയാണ് ഇതിന് ടെമ്പറേച്ചർ വരുന്നത്. അങ്ങനെ 200 ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ ഒരു തൊട്ട് താഴെയുള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഈ ടൈം ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 1 വന്നു. ഇനി ഒന്നും കൂടെ പ്രസ് ചെയ്താൽ അത് 2 ആയി. വീണ്ടും പ്രസ് ചെയ്താൽ 3 ആയി. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഇവിടെ ഓണെന്ന് പറഞ്ഞ ബട്ടണുണ്ട്. ഓണെന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇടയ്ക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് എന്നുള്ളതിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ടൈം നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫാകും. സിലിക്കൻ്റെ ഒരു ഡിഷിലേക്ക് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിയതാണ്. 1 ടീസ്പൂൺ ഓയിൽ മേലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. 170 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പെട്ടെന്ന് ഫ്രൈ ആകും. അതുകൊണ്ട് 2 മിനിറ്റിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ട് മുളക് ഞാൻ മാറ്റുന്നുണ്ട്. ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. 8 മിനിറ്റ് സെറ്റ് ചെയ്തിരുന്ന് 2 മിനിറ്റ് ആയപ്പോൾ മുളക് മാറ്റി. വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓണയിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളത്തെ വശം മാത്രം ഫ്രൈ ആയി പോകും. അടിയിലത്തേത് ശരിക്കും ഫ്രൈ ആകില്ല. ഞാൻ ഓഫ് ചെയ്തു. ഇനി ബാലൻസ് 1 മിനിറ്റും കൂടെ നിൽപ്പുണ്ട്. സവോളയും വെളുത്തുള്ളിയും ഫ്രൈ ആയിട്ടുണ്ട്. വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് ഫ്രൈ ആകാത്ത മാതിരി തോന്നുന്നത്. ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് സവോള. ടൊമാറ്റോ സ്വല്പം കൂടെ ആകണം. അത് ഞാൻ ടെമ്പറേച്ചറും സ്വല്പം കൂടെ കൂട്ടി വെക്കുക. ടെമ്പറേച്ചർ ഇപ്പം 170യിലാണ് കിടക്കുന്നത്. അത് 200ലേക്ക് വെക്കുക. 200 ആക്കി. ഒരു ടൈം 1 മിനിറ്റും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലോട്ട് തണുത്തിട്ട് എടുത്തിട്ട് അരച്ചാൽ മതി. ഈ തക്കാളിയൊക്കെ കണ്ട നല്ല ഫ്രൈ ആയിട്ടുണ്ട്. എൻ്റെ സ്കിന്നൊക്കെ കണ്ട തന്നെ ഇളകി വരുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുളക് ചുട്ടെടുത്തിട്ട് ചട്നി അരയ്ക്കൂലേ, ആ ചട്നിയുടെ ടേസ്റ്റും സ്മെല്ലുമാണ് ഈ ചട്നിക്കും.
ഹലോ ഗൈസ്, നിങ്ങൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫീഡ്ബാക്ക് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിലിടുമോ? ഇതിനകത്ത് കടുക് വേണമെങ്കിലും ഉലർത്തി നമുക്ക് യൂസ് ചെയ്യാം, കടുക് ഉലർത്താതെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആക്ച്വലി കടുകൊന്നും ഉലർത്താതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് ഇത് ചെയ്തേക്കുന്നത്. തേങ്ങയും മുളകും ഒക്കെ ചുട്ടിട്ട് നമ്മൾ ഒരു ഉണ്ട സംബന്ധി ഉണ്ടാക്കുമല്ലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.